നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടോ, അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് അക്യുറേറ്റ് ആകുന്നൊരു റീഡിങ്സ് ലഭിക്കണമെങ്കിൽ, ഈ റീഡിങ്സിൽ ഓരോ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് തീർച്ചയായിട്ടും റീഡിങ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് കാണുക. നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ മാറ്റത്തെ കണക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ എനർജിയിൽ ആ ഒരു ബന്ധത്തിൽ വരേണ്ട ആ ഒരു ചേഞ്ചിങ്, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധം കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യത്തെ ബേസ് ചെയ്ത് തീർച്ചയായിട്ടും കമൻറ്റിൽ അഫർമേഷൻസ് ആയിട്ട് എല്ലാ ദിവസവും രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. 100% നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും. അതൊരു വിഷ്വലൈസേഷൻ, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആ ഒരു എനർജി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അഫർമേഷൻസ് എഴുതേണ്ടത്. മടിയില്ല ഒരു എന്താ പറയുക, നമ്മൾ ഒരു ആത്മാർത്ഥമായിട്ടൊരു കാര്യത്തെ ആഗ്രഹിച്ചാൽ അത് നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ടാറോ റീഡിങ്സ്. ഇത് നിങ്ങളുടെ റിലേഷൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി എടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൽ തടസ്സങ്ങളുണ്ടോ, വ്യക്തികളുടെ പ്രസൻസ് ഉണ്ടോ, ആരാണ് അതിനകത്ത് തടസ്സമായിട്ട് നിൽക്കുന്നത്, അവരുടെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ടാറോ റീഡിങ്സിലൂടെ അറിയാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. പേഴ്സണലായിട്ട് റീഡിങ്സ് എടുക്കുന്ന സമയത്ത് ജനറൽ റീഡിങ്സിലും നിങ്ങൾ എത്രത്തോളം കണക്റ്റഡ് ആകുന്നോ അത്രത്തോളം നിങ്ങൾക്കിതും റെസനേറ്റ് ആയിട്ട് തന്നെ വരും. നിങ്ങളുടെ എനർജിയെ നിങ്ങളിവിടെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കിയിട്ട് ദ ചാരിയറ്റിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. ദ സ്ട്രെങ്ത് കാർഡ് കണക്റ്റഡ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയിൽ ജൂലൈ മാസത്തിൻ്റെ എനർജിയും ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പേജ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷനിലാണ് എഫേർട്ട് എടുത്തത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഒരു ബർഡൻ അവസാനിപ്പിച്ച ഒരു ഫീലായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ബന്ധം. നിങ്ങളുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിലുള്ള ചില പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഇറക്കി വെച്ചതുപോലുള്ള ഒരു റിലാക്സ് ലഭിച്ചിരുന്നു ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പ്രസൻസിൽ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധമാകുന്ന മനസ്സോടുകൂടി എഫേർട്ട് എടുത്തിരുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെ എല്ലാം നിങ്ങൾ മാറ്റി വെച്ച്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നിലധികം പ്രോബ്ലംസുകളും ഒന്നിലധികം റെസ്പോൺസിബിലിറ്റികളും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്ത് ബർഡനൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാവാം. അതിനെയെല്ലാം നിങ്ങൾ ഒരിക്കലും റിലേഷൻഷിപ്പിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നതും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെയധികം ജെനുവിനായിട്ടും കമ്മിറ്റ്മെൻറ്റ് എനർജിയോട് കൂടി നിൽക്കുകയും ചെയ്ത ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിൽ പോലും നിങ്ങൾ ഈ ബന്ധത്തിന് എഫേർട്ട് കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റേതാകുന്ന മെച്യൂരിറ്റിയോട് കൂടിയും അതിൻ്റേതാകുന്ന റെസ്പെക്റ്റ് എനർജിയോട് കൂടിയും എല്ലാം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ പൂർണ്ണതയോടുകൂടി നിന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ മറന്നു കളയാൻ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനും മറന്നു കളയാനും ഈ ഒരു ബന്ധം നിങ്ങളെ ഒരുപാട് സഹായിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈഫിൽ നിങ്ങൾക്കൊരു പുതിയ ജീവൻ നൽകിയതുപോലുള്ളൊരു എനർജി ആയിരുന്നു ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്.
തീർച്ചയായിട്ടും ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി വന്ന് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് പല വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള പവർഫുൾ ആകുന്ന ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നിങ്ങളോട് തന്നെ. നിങ്ങൾക്ക് വല്ലാത്ത ഒരു നമ്മളിൽ തന്നെ നമുക്ക് തോന്നുന്ന ഒരു കോൺഫിഡൻസ് എനർജി ഉണ്ടല്ലോ, ഒരു നമ്മളുടെ പേഴ്സൺ, നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു റെസ്പെക്റ്റ്, സെൽഫ് ലവ്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും വേണ്ടിയിട്ട് പോലും നിങ്ങൾ കുറച്ച് ടൈമെങ്കിലും സ്പെൻഡ് ചെയ്തത് ഈ ഒരു ബന്ധം കണക്റ്റഡ് ആയതിനു ശേഷമാണ്. നിങ്ങളെക്കുറിച്ച് പോലും നിങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങിയതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. ഒരു സക്സസ് ആയിരുന്നു നിങ്ങളുടെ ലൈഫിലൊരു ഫുൾ സക്സസ് എനർജി, സക്സസ്ഫുൾനെസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങൾ വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ ഒരു ബന്ധത്തിൽ. ഈ ഒരു ബന്ധത്തിന് നിങ്ങൾ വളരെയധികം ഒരു ഡിവൈൻ എനർജിയുടെ പ്രാധാന്യം, അതായത് ദൈവീകമാകുന്ന അല്ലെങ്കിൽ ദൈവത്തിന് തുല്യമാകുന്ന ഒരു എനർജിയായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷനെ കണ്ടിരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഹൈഡ് എനർജി ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ ആ ഒരു വ്യക്തി, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമ്പം അവരെ സംബന്ധിച്ച് അവരൊരു ഹൈഡ് എനർജിയിലാണ് നിന്നത്. അവർ കറക്റ്റ് നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ടുമല്ല നിങ്ങളുടെ ബന്ധത്തിൽ നിന്നിരുന്നത്. കുറച്ച് ബാഡ് സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു റിലേഷനിൽ ബാഡ് ബിഹേവിയർ, മോശമാകുന്ന പെരുമാറ്റം, മോശമാകുന്ന ചില സംസാര രീതികളെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ പൂർണ്ണതയോടുകൂടി നിന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധി മാറിയ ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബന്ധത്തെ പറയേണ്ടി വരും. ഈ റിലേഷൻ വന്നപ്പോൾ നിങ്ങളുടെ ജീവിതം ചേഞ്ചായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളിൽ ഡിലേ ആയി നിന്നത്, അതുപോലെ ഈ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ലഭിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു ഇൻഡിസിഷൻ എനർജിയിൽ നിങ്ങൾ നിന്നെങ്കിൽ ഒരു ഡിസിഷൻ എനർജിയിലേക്ക് ചില കാര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം, ഒരു കരുത്തും നിങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ സ്നേഹം അവർ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിരുന്നെങ്കിൽ പോലും അവരതൊരിക്കലും പ്രകടിപ്പിച്ചിരുന്നില്ല. അതായത് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ പോലും അവർ നല്ലൊരു ഡിസിഷൻ എടുത്തിരുന്നതുമില്ല ഈ ഒരു റിലേഷനിൽ. പ്ലസ് നമുക്ക് പറയാൻ പറ്റുന്ന അവരൊരു ഹൈഡ് എനർജിയിലാണ് ഈ ഒരു ബന്ധത്തിൽ നിന്നത്. നല്ല രീതിയിലൊരു ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു ബന്ധത്തിൽ തന്നില്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ നമ്മൾ ആദ്യം കണ്ട എനർജി പോലെ മോശമാകുന്ന പെരുമാറ്റങ്ങളും, അതായത് നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കാതെ നിങ്ങൾ എത്രത്തോളം ഈ ഒരു ബന്ധത്തിൽ അഡിക്റ്റഡ് ആയിരുന്നോ അത്രത്തോളം അവർ ഈ ഒരു റിലേഷനെ വാല്യൂ കൽപ്പിക്കാതെ കണ്ടു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്കൊരു വാല്യൂ നൽകിയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. ടു ഫേസ് എനർജിയിലാണ് ഇവർ നിന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിനകത്തൊരു പവർ ലോസിങ് എനർജി ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഈ ബന്ധത്തിൽ സ്നേഹം മനസ്സിലാക്കിയാൽ പോലും ഈ റിലേഷന് വേണ്ടിയിട്ട് അവർക്ക് ആക്ഷൻ എടുക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ അമിതമായിട്ട് എന്തു കൊടുത്താലും അതിന് വാല്യൂ ഉണ്ടാകില്ല. അതൊരു കെയറിങ് ആയിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, നമ്മളുടെ സമയമായിക്കോട്ടെ, നമ്മളുടെ സപ്പോർട്ടായിക്കോട്ടെ, എന്ത് നമ്മൾ അമിതമായി കൊടുക്കുന്നു അവിടെ നമ്മൾ അവഗണിക്കപ്പെടും, അപമാനിക്കപ്പെടും, നമ്മൾ വേദനിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇവിടെ നമുക്ക് അതാണ് കാണുന്നത്. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ സമയം എല്ലാം നിങ്ങൾ അമിതമായിട്ട് ഈ ഒരു ബന്ധത്തിൽ കൊടുത്തു. അതിൻ്റെ വാല്യൂ അവർ നിങ്ങൾക്ക് നൽകിയില്ല. അവരത് മനസ്സിലാക്കിയിട്ടും നിങ്ങളോടത് മനസ്സിലാക്കുന്നു എന്നുള്ള ആ ഒരു പ്രതിജ്ഞാബദ്ധത അവർ കാണിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കറൻറ്റിലെയും നമുക്കത് തന്നെയാണ് കടന്നു പോകുന്നത് കേട്ടോ. നിങ്ങൾക്കിടയിൽ ഒരു പരിഹാസത്തിൻ്റെ അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ചില ഔട്ട്സൈഡ് ഫോഴ്സ് എനർജികളുടെ പ്രസൻസ് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ നിന്നും പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തോട്ട്സാണ് നിങ്ങളുടെ വ്യക്തിയിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ കൊടുക്കുന്ന ആത്മാർത്ഥത അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും
അതൊരു പൂർണ്ണമായും നിങ്ങളിലേക്ക് അത് ഫോക്കസ് ആവുക, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അതിൻ്റെ ആ ഒരു തിരിച്ച് നൽകേണ്ട ആ ഒരു എനർജി നൽകുക എന്നുള്ളൊരു മനസ്സിലേക്ക് അവർ വരുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഒരു 2 ഫേസ് എനർജിയിൽ അവർ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം, ഇതിനകത്ത് സെപ്പറേറ്റഡ് ആയിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസിലോ സെപ്പറേഷൻ എനർജിയിലോ അല്ലെങ്കിൽ ഓൺ ആൻഡ് സിറ്റുവേഷൻസിലോ ഒക്കെയുള്ള ബന്ധത്തിലേക്ക് നോക്കുമ്പോൾ അവരൊരു റീയൂണിയൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊന്ന് ആധികാരികമായിട്ട് ചിന്തിച്ച്, അതല്ലെങ്കിൽ ഒന്ന് മനസ്സിന് മാത്രമല്ല, ഇമോഷൻസിന് മാത്രമല്ല, കുറച്ച് നമ്മളുടെ തോട്ട്സിനും പ്രാധാന്യം കൊടുക്കാം, ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ ഒന്ന് ഇൻ്റലക്ച്വൽ എനർജിയിലൊന്ന് കാണാമെന്നവർ ചിന്തിക്കുമ്പോഴും അവർക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ അതെങ്ങനെയാകുമെന്നുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഒരു ക്യാരക്ടർ എനർജിയിലേക്ക് നോക്കുമ്പം ഇവർക്ക് അഡിക്ഷൻ എനർജി ഉള്ള വ്യക്തികളാണ്. അതായത് ഇവർക്ക് ആരെ എന്തെന്നൊന്നും ഇല്ലാത്തൊരു പേഴ്സണാലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. ഇവരിലേക്ക് ആര് കണക്റ്റഡ് ആയാലും അവരിലേക്ക് കണക്റ്റഡ് ആകുന്ന ഒരു ക്യാരക്ടർ, അതായത് ഒരു സ്ഥിരതയില്ലാത്ത പേഴ്സണാലിറ്റി എന്ന് തന്നെ പറയാൻ പറ്റും. മോഹവലയങ്ങളിൽ പെട്ടുപോകുന്ന ഒരു പേഴ്സണായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ആര് നിന്നാലും ആരോടും ഇവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. ഇവർ അടുത്തത് എവിടെയാണോ അവിടെ അവർ കണക്റ്റഡ് ആകും. പിന്നീട് അവർ എങ്ങോട്ടേക്കാണോ പോകുന്നത് അവിടെ ആരുടെ എനർജിയാണോ ഉള്ളത് അവിടെ കണക്റ്റഡ് ആകും. അങ്ങനെ ഒരു ക്യാരക്ടർ എനർജി ഈ ഒരു വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ വാല്യുബിളായിട്ട് കാണുന്നില്ല കേട്ടോ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ അവർ വാല്യുബിളായിട്ട് കണ്ടിരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു എനർജി, നിങ്ങളെ സംബന്ധിച്ച് കുറച്ചൊന്നൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് മാറുക, കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള എനർജി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. നല്ലൊരു അഡ്വൈസ് തേടേണ്ട സമയമായി നിങ്ങൾക്ക് ചില കാര്യങ്ങളെ ക്ലാരിറ്റി വരുത്താനും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്. ബന്ധത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും അഡിക്റ്റഡ് ആയി നിന്നിട്ട് കാര്യമില്ല, വാല്യൂ ഉള്ളിടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട്, ഒരു സെൽഫ് റെസ്പെക്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു അഡ്വൈസ് തേടേണ്ട സമയമായി എന്നുള്ളതാണ്. ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ മതപരമാകുന്ന ചില തടസ്സങ്ങൾ, ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറ്റൊരു പാർട്ടി, തേർഡ് പാർട്ടി പ്രസൻസ്, ഒരു പക്ഷേ ഒരു ഡിവോഴ്സ് എനർജിയിലേക്കൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില തർക്കങ്ങളിലൂടെ കണക്ട് ചെയ്ത് പോകുന്ന ചില തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജിയൊക്കെ ഈ ഒരു ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളവരെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും അവർക്കത് പൂർണ്ണതയോടുകൂടി സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇവർക്ക് പല രീതിയിലുള്ള പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നല്ലതും ചീത്തയും ഏത് തരത്തിൽ വേണമെങ്കിലും ഇവരുമായിട്ട് കണക്റ്റഡ് ആകുന്ന തരത്തിലുള്ള ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻസുകളുടെ പ്രസൻസ് ഇവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് നിങ്ങളുടെ ആത്മാർത്ഥതയെ മനസ്സിലാക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. 2 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു സ്റ്റക്നെസ് ഉണ്ട്, അതായത് നിങ്ങളെ അവരേതൊക്കെയോ രീതിയിൽ പേടിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് വരാൻ പോകുന്ന ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് മുന്നിൽ അവർ പല രീതിയിലുള്ള പല കാര്യങ്ങളും പറഞ്ഞ്, പല എക്സ്ക്യൂസുകളും ഒന്നിലധികം പറഞ്ഞുകൊണ്ടൊരു ബൗണ്ടറി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവരൊരു ഇൻഡിസിഷൻ എനർജിയിലാണ് നിൽക്കുന്നത്. അവർക്കൊരു തീരുമാനമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നു, പക്ഷേ അവിടെ ഒരു ബൗണ്ടറി തീർക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതായത് നാളെ ഒരു സമയത്ത് അവർക്കൊരു തട്ടുകേട് വരാതെ അവർ സേഫ് ആവാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനോ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിന്ന് ബൗണ്ടറി തീർത്ത് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ അവർ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ സ്നേഹത്തെ അവർ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഭയപ്പെടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. ചില തീരുമാനങ്ങൾ എടുത്താൽ അത് കടുപ്പമുള്ളതായിരിക്കും എന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തെ അവർ ഭയപ്പെടുന്നു. നിങ്ങളുടെ ക്യാരക്ടർ എനർജീനെയും ബിഹേവിയറിനെയൊക്കെ അവർ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി തന്നെ നിൽക്കും.
അതല്ല, നിങ്ങൾ ആക്ഷൻ എടുത്താൽ അത് സ്ട്രോങ് ആയിരിക്കുമെന്നുള്ളതും അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അറിയാൻ ഈ നോ കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്നവർക്ക് നിങ്ങളെക്കുറിച്ച് അറിയാൻ വളരെ ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങളെക്കുറിച്ച് അവർ വളരെയധികം നിങ്ങളെ പൂർണ്ണമായിട്ടും വീക്ഷിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവർ ബൗണ്ടറി ഇട്ട് ചില തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ സ്നേഹം അവർ തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ സ്നേഹം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ തന്നെ അവരെ സംബന്ധിച്ച് അവരൊരു ക്യാരക്ടർ എനർജി, അവരുടെ സിറ്റുവേഷൻസും അവരുടേതാകുന്ന ഒരു ജീവിത ശൈലിയൊക്കെ വെച്ച് അവർ നിങ്ങളിൽ നിന്നൊരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ട് എന്നതുകൊണ്ട് അവർ ഒരു മറയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഈ ഒരു റിലേഷനിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എഫോർട്ട് എടുക്കുക ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. അവർ എഫോർട്ട് എടുക്കാനൊന്നും തയ്യാറാവില്ല. ഈ ഒരു ബന്ധം ഇനിയും കണക്റ്റഡ് ആയാൽ, നോ കോണ്ടാക്റ്റിലുള്ളവർക്ക് കണക്റ്റഡ് ആയാലും അവർ വളരെ ബുദ്ധിപൂർവ്വം നിൽക്കും. അതായത് അവരുടെ സ്റ്റാൻഡ് വിട്ട്, അവരുടെ ചില തീരുമാനങ്ങൾ വിട്ട് അപ്പുറത്തേക്ക് ഇതിനകത്തൊന്നും തന്നെ അവർ ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ നിങ്ങളുമായിട്ട് അവർക്കൊരു റീയൂണിയൻ എനർജി, ഒരു സ്നേഹം, ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഒക്കെ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവർ നിങ്ങളിലേക്ക് വരും. വളരെ സ്ട്രോങ് ആയിട്ടും വളരെ വിൽ പവർ എനർജിയോട് കൂടിയും ആയിരിക്കും അവർ വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അവരെപ്പോഴും ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ടായിരിക്കുള്ളൂ ഈ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്യുക. നോ കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ പ്രസൻസ് ഇതിനകത്ത് കണക്റ്റഡ് ആകുന്നുണ്ട്. റീയൂണിയൻ പ്രസൻസിൽ വരുമ്പോൾ ചിലരെ സംബന്ധിച്ച് നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക്, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്താൽ നിങ്ങളെ അവർ ഫോളോ ചെയ്യും. നിങ്ങളെ അവർ പിന്നാലെ കൂടുമെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്നും അവരാഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ പ്രസൻസ് ആണെങ്കിലും അവർ നേടിയെടുക്കാൻ ശ്രമിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ പ്രസൻസ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം തന്നെ റീയൂണിയൻ എനർജിയാണ് കേട്ടോ. അതായത് ഒരു സോൾ കണക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. കൂടാതെ തന്നെ അവർക്ക് ഒരു ഇൻഡിസിഷൻ എനർജി, കൺഫ്യൂഷൻ ആയിരുന്നു, ഇമോഷണലി ഉള്ള ചില കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും അവരെ സംബന്ധിച്ച് അവർ കുറച്ച് ഹാപ്പി എനർജിയിലേക്ക്, കുറച്ച് തുറന്ന് സംസാരിക്കുക, കുറച്ച് ടൈം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, നിങ്ങളുമായിട്ട് കുറച്ച് സെലിബ്രേഷൻ എനർജിയിലൂടെ കടന്നു പോകുക, ഒരു സന്തോഷത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്കൊരു മൂവ് ഓൺ എനർജിയുടെ പ്രസൻസും കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. അവരൊരു പക്ഷേ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്തായിരിക്കും നിങ്ങളിലേക്ക് വരിക. തേർഡ് പാർട്ടി പ്രസൻസ് ഉള്ളവരുടെ എനർജിയിൽ നോക്കുമ്പം അവർ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്തുകൊണ്ട്, അതായത് തേർഡ് പാർട്ടി അവർ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാതെ അവിടെ ഒരു ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി വരുന്നതായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു പൂർണ്ണതയോടുകൂടി ഒരു ഫോക്കസിങ് എനർജി നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ആത്മാർത്ഥമാകുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രസൻസ്, നിങ്ങൾ ആഗ്രഹിച്ച അവരുടെ സാന്നിധ്യം, സ്നേഹം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. കാരണം അവർക്കറിയാം നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ എവിടെയാണോ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടത് അവിടെ തന്നെ നിങ്ങൾ നിൽപ്പുണ്ട്. നിങ്ങൾ ഒരിക്കലും മറ്റൊരിടത്തേക്ക് പോയിട്ടില്ല. അവരുടെ ഒരു വരവ് കാത്ത് നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തോട്ട്സ്, ഒരു ഇൻറ്റ്യൂഷൻ എനർജി അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. മാത്രവുമല്ല അവരിലൊരു ചെറിയ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉള്ള വ്യക്തികളാണ് കേട്ടോ. ഒരു പക്ഷേ മാനിഫെസ്റ്റേഷൻ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ടായിരിക്കും. ഒരു സ്പിരിച്വാലിറ്റി എനർജി അവരിൽ ഉള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. ചിലത് ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കാനുള്ളൊരു പവർ എനർജി ഇവരിലുണ്ട്. ഒരു പക്ഷേ മാനിഫെസ്റ്റേഷൻ നിങ്ങളെ അവർ ചെയ്ത് തന്നെ നിങ്ങളെ അവർ അട്രാക്റ്റ് ചെയ്തെടുക്കും. അതല്ല എങ്കിൽ അവർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റഡ് ആവാൻ ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. ചെറിയ വശീകരണം പോലുള്ള എന്തെങ്കിലും കാര്യം അവർക്ക് നിങ്ങളെ എപ്പോഴാണോ ആവശ്യമാകുന്നത് ആ സമയത്ത് അവരത് ചെയ്തിരിക്കും എന്നുള്ള ഒരു പ്രസൻസ് കാണുന്നുണ്ട്. എന്താണെങ്കിലും അവരുടെ മനസ്സിനകത്തൊരു ചിന്ത നിങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ചെറിയ നിരാശ, പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചില ട്രാജഡികളെ ബേസ് ചെയ്ത് ചെറിയ നിരാശ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. കാരണം അവർക്കൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ചെയ്ത തെറ്റാണെന്നുള്ളൊരു
തിരിച്ചറിവ് അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിടയിലെ ആ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗങ്ങളും അവർ കണ്ടെത്തുക തന്നെ ചെയ്യും കേട്ടോ. നിങ്ങളിലേക്ക് വന്നു ചേരാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട് എങ്കിൽ അവരതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അതിനുള്ള മാർഗം അവർ ആലോചിച്ച് കണ്ടെത്തും എന്നുള്ളൊരു എനർജിയും കൂടി കാണുന്നുണ്ട്. ഇതിനകത്ത് റിയൂണിയൻ പ്രസൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എടുക്കാൻ പോകുന്ന ആക്ഷൻ, അവർ വലിയ രീതിയിൽ എഫോർട്ട് എടുത്തില്ലെങ്കിലും നിങ്ങളുടെ ഫോക്കസിങ്, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു വാല്യൂ അവർക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ളതായിട്ടാണ് കാണുന്നത്. മുന്നോട്ടേക്കുള്ള അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങളും അവരും തമ്മിൽ ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ തേർഡ് സിറ്റുവേഷൻസ് ഉണ്ടാവും കേട്ടോ. തേർഡ് പാർട്ടി എൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അല്ല നമുക്ക് ഈ ഒരു എനർജിയിൽ വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ പ്രസൻസോട് കൂടി ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക. അത് പഴയതുപോലെ തന്നെ ചെറിയ ടോക്സിക് സിറ്റുവേഷൻസുകളാണെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നാണ് കാണുന്നത്. കാരണം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഡെവിൾ എനർജിയാണ്. അതുപോലെ മൂൺ എനർജിയുടെ പ്രസൻസും അതിനകത്തുണ്ട്. അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്ന പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും സാധിക്കില്ല. എന്നാൽ അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി, ഒരു ഹാപ്പി എനർജിയോട് കൂടി നിലനിൽക്കാനും സാധിക്കില്ല. കാരണം ഇതൊരു കാർമിക് റിലേഷൻഷിപ്പിൻ്റെ പ്രസൻസ് ആണ് നമുക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇന്നലെയും നമുക്ക് കിട്ടിയ കാർമിക്കാണ്, ഇന്നും നമുക്ക് ആ ഒരു എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. കാർമിക് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ആണുള്ളത്. അതായത് ഇതൊരു കർമ്മഫലമാണ്. കർമ്മ ബേസിൽ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന റിലേഷനാണ്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ആയിക്കോട്ടെ, പേരൻസിൻ്റെ എനർജി ആയിക്കോട്ടെ, മക്കളുടെ എനർജി ആയിക്കോട്ടെ, ഇത് ഏത് എനർജി ആയാലും നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഇത് ഈ ജന്മം കാർമിക്കായിട്ടാണ്. അതായത് ഒരു കർമ്മ ബേസിനെ കണക്റ്റ് ചെയ്ത് തന്നെയാണ്. ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നത് ഡിഫിക്കൽറ്റി ആയൊരു ബന്ധം തന്നെയാണ്. ശരിക്കും നിങ്ങളിവിടെ സ്ട്രോങ് ആവുക, അതായത് മൈൻഡ്, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുക. റൈറ്റ് ഹീലിംഗ് കറക്റ്റായിട്ട് എഴുതി കത്തിച്ച് കളയുക. നിങ്ങളുടെ ബന്ധത്തിൽ എത്രത്തോളം പൂർണ്ണത വരണമെന്നാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതി നിങ്ങളുടെ കർമ്മയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കാൻ ശ്രമിക്കുക. അത് മാത്രമാണ് നമുക്കിവിടെ ഒരു പരിഹാരമുള്ളൂ. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ, നിങ്ങളുടെ പെയിനെ നിങ്ങൾ മനസ്സിലാക്കി അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, വേദനയെ നിങ്ങളൊരു സ്ട്രോങ് ആയൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാക്കി മാറ്റാൻ നിങ്ങളെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ എനർജീനെ ഫോക്കസ് ചെയ്യുക എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗൈഡൻസ് കേട്ടോ.